വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ ബോട്ടണി എന്ന് പറയുന്ന ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സെക്കൻഡ് ആൻഡ് ഫൈനൽ പാർട്ടാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ 10 മാർക്കിനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിൽ ആദ്യം നമ്മൾ പഠിക്കാനുള്ളത് ഈ ഒരു ക്ലാസ്സിൽ ജെമിനി വൈറസ് റെപ്ലിക്കോൺ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു ബയോടെക്നോളജി ഡിവൈസ് ആണ്. ഒരു ടെക്നോളജിയാണ്, ഡിവൈസ് അല്ല, ഒരു ടെക്നോളജിയാണ്. അതിനെയാണ് നമ്മൾ ഗ്രേപ്പ് എന്ന് പറയുന്നത്. ഗ്രേപ്പിന്റെ ആ ഒരു എക്സ്പാൻഷൻ പഠിച്ചു വെച്ചേക്കുക. ജെമിനി വൈറസ് റെപ്ലിക്കോൺ അസിസ്റ്റഡ് പ്ലാന്റ് ഇവല്യൂഷൻ സിസ്റ്റം. അപ്പൊ ഈ ഒരു ടേം പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഡയറക്റ്റഡ് ഇവല്യൂഷൻ എന്നുള്ള ഒരു ടേം പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ഡയറക്റ്റഡ് ഇവല്യൂഷൻ നിങ്ങൾ ആദ്യം പഠിക്കണം. എന്താണ് ഇവല്യൂഷൻ എന്ന് നമുക്കറിയാം അല്ലെ. നമ്മൾ ആ ഒരു ഡാർവിനിസം ഒക്കെ പഠിക്കുമ്പോൾ ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നത് അവിടെ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ചേഞ്ചസിനെ നാച്ചുറലി സെലക്ട് ചെയ്യുമ്പോഴാണ്, സെലക്ഷൻ പ്രോസസ്സും കൂടി നടക്കുമ്പോഴാണ് അവിടെ ഇവല്യൂഷൻ നടക്കുന്നത്. അപ്പൊ ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ ഡയറക്റ്റഡ് എന്ന് പറയുമ്പോൾ ഒരു ലബോറട്ടറി സെറ്റപ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിനെയാണ് ഡയറക്റ്റഡ് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു നമ്മൾ സാധാരണ ക്രിസ്പാർ ജീൻ എഡിറ്റിംഗ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ട്രാൻസ്ജീൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ക്രിസ്പാർ ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം കൂടുതലായിട്ട് മൈക്രോസും ആനിമൽസും ഒക്കെയാണ് സെലക്ട് ചെയ്യാറ്. അപ്പൊ നമ്മൾ ഇൻ കേസ് ഒരു പ്ലാന്റിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ആ ഒരു പ്ലാന്റിലുള്ള ഒരു ജീനോം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഡിസൈർഡ് ആയിട്ടുള്ള ജീനോമിന്റെ റെപ്ലിക്കേഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജെമിനി വൈറസ് റെപ്ലിക്കോൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അതിന്റെ പെക്യുലാരിറ്റി എന്ന് പറയാം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ക്രിസ്പാർ എന്ന് പറയുമ്പോൾ ഒരു കോപ്പി ഉപയോഗിച്ച് നമ്മൾ ഒരു നോട്ട് എഴുതുമ്പോൾ അത് ക്രിസ്പാർ ആണ്. മറിച്ച് നമ്മൾ ഈ ഒരു ഗ്രേപ്പ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു സ്പെസിഫിക് ബുക്കിന്റെ തന്നെ 100 കോപ്പീസ് ഒക്കെ നമ്മൾ അറ്റ് എ ടൈം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അത്രയും എഫിഷ്യന്റ് ആണ് ഈ ഒരു ഗ്രേപ്പ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രേപ്പ് ടെക്നോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വൈറസ് ജെമിനി വൈറസ് ആണ് അല്ലെ. ആ ഒരു ജെമിനി വൈറസിന്റെ പെക്യുലാരിറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ജീനോം ആണ്. അപ്പൊ അത് കൂടാതെ ഒരു ജെർമിനേറ്റ് പാർട്ടിക്കിളും കൂടി ഉണ്ട്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. സർക്കുലർ ആയിട്ടുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ജീനോം ആണ്. ഈ ഒരു ജെമിനി വൈറസിന്റെ റെപ്ലിക്കോണിനെ നമ്മൾ ജനറ്റിക്കലി എഞ്ചിനീയറിംഗ് അതായത് ലബോറട്ടറി സെറ്റപ്പിൽ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഈ ഒരു റെപ്ലിക്കോൺ എന്ന് പറയുന്നത് എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഒരു വൈറൽ DNA ആണ്. അവ പ്ലാന്റ് സെല്ലിലോട്ട് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ അവ ഓട്ടോണോമസ് ആയിട്ട് സെൽഫ് ആയിട്ട് ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഓട്ടോണോമസ് റെപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ ഈ ഒരു ജെമിനി വൈറസിൽ അതിനൊരു മെക്കാനിസം വേണം. ആ ഒരു മെക്കാനിസം ആണ് റോളിംഗ് സർക്കിൾ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പ്രോസസ്സ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ജീൻ എടുത്തു. ആ ഒരു ഡിസൈർഡ് ആയിട്ടുള്ള ജീനിന് നമ്മൾ മ്യൂട്ടേഷൻ കൊണ്ടുവന്നു. ആ മ്യൂട്ടേഷൻ കൊണ്ടുവന്നിട്ടുള്ള ഡിസൈർഡ് ആയിട്ടുള്ള ജീൻസ് നമ്മൾ ഈ ഒരു ജെമിനി വൈറസിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യും. റെപ്ലിക്കോൺസിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ആ റെപ്ലിക്കോണിനെ നമ്മൾ പ്ലാന്റ് സെല്ലിലോട്ട് കൊടുക്കും. ഇൻജെക്ട് ചെയ്തു. ആ പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ റെപ്ലിക്കോൺ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കും. പിന്നെ എങ്ങനെയാണ് ആ ഒരു റീസെന്റ് ഡെവലപ്മെന്റിൽ ഡ്രോട്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു ഹൈ കോപ്പി നമ്പർ ആണ്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്, എത്രയോ മടങ്ങ് കൂടുതലാണ്. ഓക്കെ, ഇനി ഈ ഒരു ഗ്രേപ്പ് അല്ലെങ്കിൽ ജെമിനി വൈറസ് റെപ്ലിക്കോൺ അസിസ്റ്റഡ് പ്ലാന്റ് ഇവല്യൂഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ ഇമ്പാക്ട് എന്ന് പറയുന്നത് റാപ്പിഡ് ആയിട്ടുള്ള ഇൻപ്ലാന്റ് ഡയറക്റ്റഡ് ഇവല്യൂഷൻ. അതായത് പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ഒരു ജീൻസ് ഡിസൈർഡ് ജീനിന്റെ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ റാപ്പിഡ് ആയിട്ടുള്ള ഇവല്യൂഷന് കാരണമാക്കുന്നുണ്ട്. സ്ക്രീൻ thousands of variants quickly. ഇപ്പൊ നമ്മൾ ഒരു പ്ലാന്റ് എടുത്താൽ ആ ഒരു പ്ലാന്റിൽ ഈ സ്പെസിഫിക് ജീന് കുറേ ഉണ്ടായിരിക്കും അല്ലെ. ആ എല്ലാ ജീനിലും ഏറ്റവും ബെസ്റ്റസ്റ്റ് ആയിട്ടുള്ള ജീൻസ് നമ്മൾ തിരഞ്ഞെടുക്കണമെങ്കിൽ എല്ലാ ജീനും പെട്ടെന്ന് തന്നെ സ്ക്രീൻ ചെയ്യണം. ആ ഒരു സ്ക്രീനിങ് പ്രോസസ്സിനും കൂടി എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ജെമിനി വൈറസ് റെപ്ലിക്കോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് മെയിൻ ആയിട്ട്. ദെൻ നമുക്ക് ഇതിൽ എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളത് ഒന്ന് ഈ ഒരു ഗ്രേപ്സ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ആദ്യം ചെയ്യുന്നത് നിക്കോഷിയാന ബെന്താമിയാന എന്ന് പറയുന്ന ഒരു പ്ലാന്റിലാണ്. അപ്പൊ ഈ ഒരു പ്ലാന്റിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു മ്യൂട്ടേഷൻ നടത്തിയ ആ റെപ്ലിക്കോൺ ജെമിനി വൈറൽ റെപ്ലിക്കോൺ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റിന്റെ ലീഫിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ ജീൻ എക്സ്പ്രഷൻ, റാപ്പിഡ് ആയിട്ടുള്ള ജീൻ എക്സ്പ്രഷന് കാരണമാകുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയാനുള്ളത് NRC3 ആണ്. ഈ ഒരു NRC3 എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ഇമ്മ്യൂൺ റിസപ്റ്റർ ആണ്. ഈ ഒരു ജെമിനി വൈറസ് റെപ്ലിക്കോൺ വഴി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇവ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, നെമറ്റോഡ് പോലെയുള്ള പാത്തജൻസിനെതിരെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റിനെ എന്താ എഫിഷ്യന്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു NRC3 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതേപോലെ CRISPR
ക്രിസ്പാർ ജീനോം എഡിറ്റിംഗിൽ ഈ ഒരു ഗ്രേപ്പ് ടെക്നോളജി നമുക്ക് ആ ഒരു അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാം. വൈറസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ജീൻ സൈലൻസിങ് യൂസ് ചെയ്യുന്നുണ്ട്, പ്രോട്ടീൻ പ്രൊഡക്ഷനും യൂസ് ചെയ്യുന്നുണ്ട്, കൂടാതെ ഡ്രോട്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള അത്തരം ജീൻസിന്റെ ഒക്കെ ഹയർ ആയിട്ടുള്ള എക്സ്പ്രഷന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ജെമിനി വൈറസ് റെപ്ലിക്കോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then നെക്സ്റ്റ് ആണ് ഫ്ലോയം ഇൻഡിക്കേറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം സാധാരണ ഫ്ലോയം എന്ന് പറയുന്നത് ട്രാൻസ്ലോക്കേഷനെ സഹായിക്കുന്നതാണ് അല്ലെ. ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയുമ്പോൾ ഷുഗർ മോളിക്യൂൾസ് ഒക്കെ നാച്ചുറലി എന്ത് ചെയ്യും, ഷുഗറും ബാക്കിയുള്ള പാർട്ടിക്കിൾസിലെ അയോൺസും ഒക്കെ മൂവ് ചെയ്യുന്നത് സാധാരണ വളരെ സിമ്പിൾ ആയിട്ട് പാസീവ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. പാസീവ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നാണ് പണ്ട് സയന്റിസ്റ്റുമാരെല്ലാവരും ആ ഒരു പാസീവ് മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ റീസെന്റ് ആയിട്ട് ഈ ഒരു ഫ്ലോയം ഇൻഡിക്കേറ്റിന്റെ ആ ഒരു എന്താ കണ്ടുപിടുത്തത്തോടെ ഈ ഒരു ഷുഗറിന്റെ മൂവ്മെന്റ് പാസീവ് മാത്രമല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഷുഗർ മൂവ്മെന്റും ഉണ്ട്, അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള ട്രാൻസ്ലോക്കേഷനും ഉണ്ട് അണ്ടർ സെർട്ടൈൻ കണ്ടീഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഒക്കെ പോലെയുള്ള കണ്ടീഷനിൽ. അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലോയം ഇൻഡിക്കേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫ്ലോയത്തിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ഫ്ലോയത്തിൽ സീവ് പ്ലേറ്റിൽ പോർസ് ഉണ്ടായിരിക്കും അല്ലെ. ആ പോർസിലൂടെയാണ് ഫ്ലോയത്തിലൂടെ ആ ഒരു ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നത്. അപ്പൊ സീവ് പ്ലേറ്റിൽ എന്താ നമുക്ക് ഈ ഒരു ട്രാൻസ്ലോക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോസിംഗ് മെക്കാനിസം നടക്കും. ആ ഒരു ക്ലോസിംഗ് മെക്കാനിസത്തെയാണ് നമ്മൾ ഫ്ലോയം എൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഗേറ്റ് തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ആ ഒരു മീനിങ് ആണ് കേട്ടോ ഫ്ലോയം എൻഡ് ഗേറ്റ്. ഇനി ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഈ ഒരു ഫ്ലോയം എൻഡ് ഗേറ്റ് ഓപ്പണും ക്ലോസും ആകുന്നത്, അല്ലെങ്കിൽ ഓപ്പൺ ക്ലോസ് എന്നുള്ള മീനിങ് അല്ല, എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു ഈ ഒരു ഫ്ലോയം എൻഡ് ഗേറ്റ് സീവ് ട്യൂബ് എലമെന്റിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്ലോയം ട്രാൻസ്പോർട്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നു പഠിച്ചു. ഓക്കെ, അപ്പം മെയിൻ ആയിട്ട് ഈ ഒരു ഫ്ലോയം ഇൻഡിക്കേറ്റ് എപ്പോഴാണെന്ന് വെച്ചാൽ ഇൻ കേസ് നമ്മൾ എന്ത് ചെയ്യും, അതായത് നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി വന്നു, ഇഞ്ചുറി വന്നാൽ ആ ഒരു ഇഞ്ചുറിയിലൂടെ നമുക്കെല്ലാം പ്ലാന്റിലാണ്, ഇഞ്ചുറിയിലൂടെ ആ ഒരു സാപ്പിന്റെ ലോസ് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ അവിടെ ആ ഒരു ട്രാൻസ്ലോക്കേഷൻ ഒരു സ്പെസിഫിക് റീജിയൻ വരെ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു ഫ്ലോയത്തിന്റെ സീവ് പോർസിൽ എന്ത് ചെയ്യും, ചില കാൽസ്യം ഡെപ്പോസിഷൻസ് ഒക്കെ ഉണ്ട്. സോറി, ആദ്യം പി പ്രോട്ടീൻ ഉണ്ട് കേട്ടോ. പി പ്രോട്ടീൻ നമ്മൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. പി പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫ്ലോയത്തിന്റെ സീവ് ട്യൂബുമായിട്ട് എന്താ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് പി പ്രോട്ടീൻ അല്ലെങ്കിൽ ഫ്ലോയം പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു പി പ്രോട്ടീൻ ആണ് നമ്മളുടെ സീവ് ട്യൂബിൽ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പാർഷ്യലി ആ ഒരു സീവ് ട്യൂബ് ക്ലോസ് ആകും. അതിനുശേഷം ഈ ഒരു പി പ്രോട്ടീൻ വന്നു കഴിഞ്ഞാൽ അവിടെ കാലോസ് β13 ഗ്ലൂക്കാൻ അല്ലെങ്കിൽ കാലോസ് വന്നിട്ട് ആ ഒരു സീവ് പോറിനെ ഫുൾ ആയിട്ട് അങ്ങ് ക്ലോസ് ചെയ്യും. ഫർദർ ആ ഒരു ട്രാൻസ്ലോക്കേഷൻ പ്രോസസ്സ് അവിടെ നടക്കും. സെയിം സിറ്റുവേഷൻ തന്നെയാണ് പാത്തോജൻ എൻട്രി വന്നാലും ആ ഒരു ബ്ലോക്ക്, പാത്തോജൻ എൻട്രിയുടെ ബ്ലോക്കിന് വേണ്ടിയിട്ട് എന്താ ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇവിടെ മെയിൻലി ട്രിഗർ ചെയ്യുന്നത് മെക്കാനിക്കൽ ആയിട്ടുള്ള ഡാമേജ് വന്നാൽ ഈ ഒരു പി പ്രോട്ടീനും കാലോസും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. സ്ട്രെസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നാൽ ഈ ഒരു ഡാമേജ് ഒക്കെ വന്നാൽ ആദ്യം കാൽസ്യം സിഗ്നലിംഗ് ഒക്കെ ഉണ്ടാവില്ലേ, ആ ഒരു കാൽസ്യം സിഗ്നലിംഗും ഈ ഒരു ഫ്ലോയം എൻഡ് ഗേറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കാനുള്ളത് ഇവ ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ് ആണ്. അതായത് ഈ ഒരു കാലോസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സ്ട്രെസ് കണ്ടീഷൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഡ്രോട്ട് അല്ലെങ്കിൽ ആ ഒരു സാപ്പ് ഇഞ്ചുറി ഉണങ്ങി കഴിഞ്ഞാൽ ഈ ഒരു കാലോസ് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യുന്നു. അപ്പൊ അവിടെ ട്രാൻസ്പോർട്ട് എന്തും ചെയ്യും, സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫ്ലോയം എൻഡ് ഗേറ്റിന്റെ കണ്ടുപിടുത്തം കൊണ്ടുള്ളത്. പാസീവ് മാത്രമല്ല ആക്റ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റും കൂടി ഉണ്ട് അണ്ടർ സെർട്ടൈൻ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമത്തെ ആ ഒരു ഡിസ്കവറി അല്ലെങ്കിൽ അഡ്വാൻസ്മെന്റ് ബേസ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് നെക്സ്റ്റ് ജനറേഷൻ ജീനോം എഡിറ്റിംഗ് ആണ്. അപ്പൊ ഈ ഒരു നെക്സ്റ്റ് ജനറേഷൻ ജീനോം എഡിറ്റിംഗിൽ മെയിൻ ആയിട്ട് രണ്ട് ടെക്നോളജീസ് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തത് പാർട്ടിക്കിൾ ബൊംബാർഡ്മെന്റ് അല്ലെങ്കിൽ ബയോലിസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അതായത് നമ്മൾ ഈ ഒരു വെക്ടർ ഒക്കെ പ്ലാസ്മിഡ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയിലൊക്കെ റീകോമ്പിനേഷൻ ഒക്കെ നടക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ക്രിസ്പാർ കണ്ടുപിടിച്ചല്ലോ, ഒരു ക്രിസ്പാർ Cas9 കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ അതിൽ Cas9 ഉണ്ട്, അല്ലെങ്കിൽ ഗൈഡ് RNA ഉണ്ട്. അവയൊക്കെ നമുക്ക് ആ ഒരു സെല്ലിന്റെ ഉള്ളിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു നെക്സ്റ്റ് ജനറേഷൻ ജീനോം എഡിറ്റിംഗിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് പാർട്ടിക്കിൾ ബൊംബാർഡ്മെന്റ് അല്ലെങ്കിൽ ബയോലിസ്റ്റിക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആ ഒരു DNA എന്ന് പറയുന്നത് ഒരു ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റൺ പാർട്ടിക്കിളിൽ കോട്ട് ചെയ്തിട്ട് ജീൻ ഗൺ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു സെല്ലിലോട്ടാണ്, ഒരു ഫിസിക്കൽ ഡെലിവറി ആണ് ഇവിടെ നടക്കുന്നത്. DNA എന്ത് ചെയ്യും, ന്യൂക്ലിയസിലോട്ട് എൻ്റർ ചെയ്തിട്ട്
ആ ഒരു ഇന്റഗ്രേഷൻ എക്സ്പ്രഷൻ ആ ഒരു ജീൻ എക്സ്പ്രഷനുമായിട്ട് കാരണമാകുന്നുണ്ട്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഒരു ഏത് പ്ലാന്റ് സ്പീഷീസിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പാർട്ടിക്കിൾ ബൊമ്പാർട്ട്മെന്റ് യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ വെക്ടേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് റാൻഡം ആയിട്ടുള്ള ഇൻസേഷൻ അല്ലെങ്കിൽ ടിഷ്യൂ ഡാമേജിനും ഈ ഒരു ബയോലിസ്റ്റിക്സ് കാരണമാകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാനുള്ളത് വൈറൽ വെക്ടർ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ ആണ്. പുതിയൊരു അഡ്വാൻസ്മെന്റ് ആണ്. വൈറസിനെ വെക്ടർ ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാൻ വൈറസിനെ ജീൻസ് ഡെലിവറി ചെയ്യാൻ യൂസ് ചെയ്യുക. അതാണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ആ ഒരു ജെമിനി വൈറസ് റെപ്ലിക്കോൺ എന്ന് പറയുന്നത് വൈറൽ വെക്ടർ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു ജീൻ ട്രാൻസ്ഫർ ആണ്. അപ്പൊ ഈ ഒരു മെക്കാനിസം എന്ന് പറയുമ്പോൾ ആ ഒരു വൈറസ് എന്ത് ചെയ്യും, ഇൻഫെക്റ്റ് പ്ലാന്റിനെ എന്ത് ചെയ്യും, പ്ലാന്റിനെ ഇൻഫെക്റ്റ് ചെയ്താൽ പ്ലാന്റിന്റെ ഉള്ളിലേക്ക് എത്തുന്നു, അവിടെ റെപ്ലിക്കേഷൻ നടക്കുന്നു. അപ്പൊ പ്ലാന്റിന്റെ ആ ഒരു മെഷീനറി വെച്ചിട്ട് ജീൻസ് സിസ്റ്റമാറ്റിക്കലി സ്പ്രെഡ് ചെയ്യുന്നു. അവിടെ ഹയർ എക്സ്പ്രഷൻ ഉണ്ടാകും. ഹൈ എക്സ്പ്രഷൻ ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് റെസിസ്റ്റൻസ് ആ ഒരു ടോളറൻസ് ഒക്കെ കിട്ടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ഈ ഒരു നെക്സ്റ്റ് ജനറേഷനിൽ വരുന്ന പാർട്ടിക്കിളും വൈറൽ വെക്ടറും കൂടുതലായിട്ടും CRISPR-Cas9 ഡെലിവറിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ജീൻ സൈലൻസിംഗിൽ, പ്രോട്ടീൻ പ്രൊഡക്ഷനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു കമ്പാരിസൺ ബേസ് ചെയ്തിട്ട് പറഞ്ഞാൽ വൈറൽ വെക്ടർ ആണ് കൂടുതലും എഫിഷ്യന്റ് ആയിട്ടുള്ളത്. ദെൻ ബയോലിസ്റ്റിക് എന്ന് പറയുമ്പോൾ അതിന് ബ്രോഡർ ആയിട്ടുള്ള ആപ്ലിക്കബിലിറ്റി ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നെക്സ്റ്റ് ജനറേഷൻ ജീനോം എഡിറ്റിംഗും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാനുള്ളത് മാപ്പ് കെ കസ്കേഡ് മീഡിയേറ്റഡ് സ്റ്റൊമാറ്റൽ കൺട്രോൾ ആണ്. ഈ ഒരു മാപ്പ് കെ എന്ന് പറയുന്ന ഒരു എൻസൈം ആണ്. ആ ഒരു എൻസൈം എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. മാപ്പ് എന്ന് പറയുന്നത് മൈറ്റോജൻ ആണ്. മൈറ്റോജൻ ആക്ടിവേറ്റഡ് പ്രോട്ടീൻ കൈനേസ് കസ്കേഡ് ആണ്. മൈറ്റോജൻ ആക്ടിവേറ്റഡ് പ്രോട്ടീൻ കൈനേസ് കസ്കേഡ്. അപ്പൊ ഒരു കസ്കേഡ് എന്ന് പറയുമ്പോൾ എന്താ, അവിടെ ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ ഈ ഒരു സ്റ്റൊമാറ്റയുടെ കൺട്രോൾ സ്ട്രെസ് കണ്ടീഷനിലും ഡ്രോട്ട് കണ്ടീഷനിലും ഒക്കെയാണ് സ്റ്റൊമാറ്റയുടെ കൺട്രോൾ, അതായത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, എഫക്ട് ചെയ്യുന്നത് അല്ലെ. ഒരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന് എന്താ എഫക്ട് കൂടാതെ ഈ ഒരു ആ ഒരു ടൈമിൽ മാപ്പ് കെ കസ്കേഡ്സിന്റെ ഒരു സ്റ്റൊമാറ്റൽ കൺട്രോളും കൂടി ഉണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അറാബിഡോപ്സിസ് താലിയാനയിലൊക്കെയാണ് ഈ ഒരു മാപ്പ് കെ കാസ്കേഡിന്റെ ഒക്കെ ആ ഒരു ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു കോർ കൺസെപ്റ്റ് പറയുന്നത് മാപ്പ് കെ കാസ്കേഡ്സ് റെഗുലേറ്റ് സ്റ്റൊമാറ്റൽ മൂവ്മെന്റ് വിയ കൈനേസ് ചെയിൻ. കൈനേസ് ചെയിൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ സപ്പോസ് മെയിൻ ആയിട്ട് ഒരു ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ട്രിഗർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അബ്സിസിക് ആസിഡ് ഡ്രോട്ട് റിലേറ്റ് ചെയ്തിട്ടാവാം, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്തജൻ അറ്റാക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു കൈനേസ് ആണ്. ഈ ഒരു കൈനേസ് എന്ന് പറയുമ്പോൾ ഇവിടെ മൈറ്റോജൻ ആക്ടിവേറ്റഡ് കെ ഉണ്ട്, അതായത് കൈനേസിന്റെ ചെയിൻ ആണ്. കെ എന്ന് പറയുമ്പോൾ കൈനേസ് ആ ഒരു ചെയിൻ ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ എന്ത് ചെയ്യും, ഫോസ്ഫോറൈലേഷൻ, 3 ടയർ ഓഫ് ഫോസ്ഫോറൈലേഷൻ ആക്ച്വലി നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് നടന്നിട്ട് അത് ഒരു കൈനേസ് കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ 2 കൈനേസ് ഉള്ള ഒരു ചെയിനായി, ലാസ്റ്റ് ഒരു കൈനേസ് ഉള്ള ഒരു ചെയിനായി. ഒരു മാപ്പ് കെ കൈനേസ് എത്തുമ്പോഴാണ് ഫെർദർ ആ ഒരു സ്റ്റൊമാറ്റയുടെ കൺട്രോൾ ഫുള്ളി നടക്കുന്നത്. സപ്പോസ് ഒരു എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് പറഞ്ഞാൽ ഇവിടെ യോഡ എന്ന് പറയുന്നത് ഒരു മാപ്പ് കെ എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഡ്രോട്ട് കണ്ടീഷൻ ആണെന്ന് വിചാരിക്കുക. യോഡ അവിടെ ഡെവലപ്പ് ചെയ്തു, ആക്ടിവേറ്റ് ചെയ്തു. അത് ആരുടെ ഡീഫോസ്ഫോറൈലേഷൻ നടന്നിട്ട് അവിടെ MKK4 അല്ലെങ്കിൽ MKK5 ഉണ്ടാകും. ഓക്കെ, ദെൻ പിന്നെയും ഫോസ്ഫോറൈലേഷൻ നടന്നിട്ട് MPK3 ബാർ MPK6 ഉണ്ടായിരിക്കും. ഈ ആളാണ്, ഈ മാപ്പ് കൈനേസ് ആണ് ഈ ഒരു ഗാർഡ് സെല്ലിന്റെ റെസ്പോൺസസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു റീസെന്റ് ആയിട്ട് ഇവയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടെക്നോളജി, ഒരു സ്റ്റൊമാറ്റൽ കൺട്രോൾ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഡ്രോട്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാം അല്ലെ. അപ്പൊ മാപ്പ് കെ പാത്വേസ് യൂസ് ചെയ്തിട്ട് ഇമ്മ്യൂൺ സിഗ്നലിങ്ങും സ്ട്രെസ്സും ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പുതിയ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം മെയിൻ ആയിട്ട് ഈ ഒരു പ്രോസസ്സ് ഇപ്പൊ മാപ്പ് കെ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എന്ത് ചെയ്യും, അവ അയോൺ ചാനൽസിനെ കൺട്രോൾ ചെയ്യും. അതായത് കാൽസ്യം എഫ്ലക്സ് ഒക്കെ ഉണ്ടാവില്ല, പൊട്ടാസ്യം എഫ്ലക്സ് ഒക്കെ ഉണ്ടാവില്ലേ, ആ ഒരു എഫ്ലക്സ് ബേസ് ചെയ്തിട്ട് അവിടെ വാട്ടർ ലോസും സ്റ്റൊമാറ്റ ക്ലോഷറിനും റെഡ്യൂസ് ട്രാൻസ്പിറേഷനും കാരണമാകും ഡ്രോട്ട് കണ്ടീഷന്റെ ടൈമിൽ. ഓക്കെ,
അപ്പൊ മെയിൻ ആയിട്ട് ഈ മോഡേൺ ബോട്ടണിയിൽ നമ്മൾ പറയുമ്പോൾ ഡ്രോട്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്പിന്റെ ഡെവലപ്മെന്റിൽ ഈ ഒരു മാപ്പ് കെ കസ്കേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചറിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു മാപ്പ് കെ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റീസെന്റ് ഡെവലപ്മെന്റൽ ടെക്നോളജി ആണ്. നെക്സ്റ്റ് പറയുന്നത് നോവൽ മെലൈൽ കോയെ ടു ഗ്ലിസറേറ്റ് പാത്വേ ആണ്. ഇത് ആക്ച്വലി നിങ്ങൾ ഫോട്ടോ റെസ്പിറേഷൻ പഠിച്ചിട്ടുണ്ടാവില്ലേ? ഒരു ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫോട്ടോ റെസ്പിറേഷൻ C3 പ്ലാന്റ്സിൽ നടക്കുന്ന ഒരു വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള പ്രോസസ് ആണ് അല്ലേ? ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ RUBPക്ക് കൂടുതൽ അഫിനിറ്റി ആരോടാണ്? ഓക്സിജനോടായിട്ട് വരും. അവിടെ അപ്പോൾ ആ ഒരു കേസിൽ RUBP ഓക്സിജനേസ് ആണ് ആക്ടിവേറ്റ് ആകുന്നത് അല്ലേ? അപ്പൊ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ റിഡക്ഷൻ അല്ലെങ്കിൽ കാർബണിന്റെ ഫിക്സേഷൻ അവിടെ നടക്കില്ല, കുറവായിരിക്കും അല്ലെ. അപ്പൊ അവിടെ ATP എന്തുണ്ടാവില്ല? പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു C3 സൈക്കിളിൽ ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഫോട്ടോസിന്തസിന്റെ എഫിഷ്യൻസി കുറയ്ക്കുന്ന ഒരു പ്രോസസ് ആണ് ഫോട്ടോ റെസ്പിറേഷൻ അല്ലെ. ആ ഒരു ഫോട്ടോ റെസ്പിറേഷൻ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഒഴിവാക്കിയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് പാത്വേ കൊണ്ടുവരിക, അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫിക്സേഷൻ എഫിഷ്യന്റ് ആക്കുക എന്നുള്ളതിന് സഹായിക്കുന്ന ഒരു പാത്വേ ആണ് മാലൈൽ കോയെ ടു ഗ്ലിസറേറ്റ് പാത്വേ എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് എ ന്യൂ കാർബൺ റീസൈക്ലിംഗ് പാത്വേ ഐഡന്റിഫൈഡ് ഇൻ അറാബിഡോപ്സിസ് താലിയാന. ഓക്കെ, അറാബിഡോപ്സിസ് താലിയാനയിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒരു കാർബൺ റീസൈക്ലിംഗ് ആയിട്ടുള്ള പാത്വേ ആണ്, റീസൈക്ലിംഗ് പാത്വേ ആണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഒരു ഫോട്ടോ റെസ്പിറേഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേസ്റ്റ്ഫുൾ പ്രൊഡക്റ്റിൽ നിന്ന് ആദ്യം മാലൈൽ കോഎൻസൈം A ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഈ ഒരു മാലൈൽ കോഎൻസൈം A എന്നിട്ട് എന്ത് ചെയ്യും? ചില എൻസൈംസിന്റെ പ്രസൻസിൽ ഗ്ലിസറിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഗ്ലിസറേറ്റ് ആണ് എന്നിട്ട് എങ്ങോട്ടേക്ക് പോകുന്നത്? ഫെർദർ ആ ഒരു C3 സൈക്കിളിലോട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ പിന്നെയും ആ ഒരു C3 സൈക്കിൾ നടക്കുമല്ലോ. ആ ഒരു വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ പിന്നെയും റീസൈക്കിൾ ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, കണക്ഷൻ ആ ഒരു കാൽവിൻ സൈക്കിളിലോട്ട് പിന്നെയും പോകും. CBB കാൽവിൻ ബെൻസൺ ബേർഷാം സൈക്കിളിലോട്ട് ഗ്ലിസറേറ്റിനെ പിന്നെയും ഫീഡ് ചെയ്യുന്നു. അപ്പം അവിടെ പോകുമ്പോൾ 3-ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ടാണ് പോകുന്നത്. AD കാർബൺ ഫിക്സേഷൻ, ആ ഒരു കാർബൺ ഫിക്സേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് എന്താ ഒരു ഫോട്ടോ റെസ്പിറേഷൻ പാത്വേക്കുള്ള ഒരു ആൾട്ടർനേറ്റീവ് റൂട്ട് ആയിട്ടാണ് അല്ലെ. അതായത് മെറ്റബോളിസത്തിന്റെ റേറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി എക്സ്പാൻഡ് ചെയ്യിക്കാനും അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോസിന്തസിന്റെ എഫിഷ്യൻസി കൂട്ടാനും ഒക്കെ ഈ ഒരു അറാബിഡോപ്സിസ് താലിയാനയിൽ നിന്ന് ഈ ഒരു കാർബൺ റീസൈക്ലിംഗ് പാത്വേനെ എൻഹാൻസ് ചെയ്യിക്കുന്ന ഒരു ജീൻസിന്റെ മ്യൂട്ടേഷൻ നടത്തിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ജീന് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത്തരം റെസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു പാത്വേ ഉള്ള കൂടുതൽ പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ആ ഒരു അഡ്വാൻസ്മെന്റിൽ പറയുന്നത് അല്ലെ. സ്ട്രെസ് കണ്ടീഷനിൽ ആ ഒരു കാർബൺ എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാനും ഫോട്ടോസിന്തസിസ് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് മെറ്റബോളിക് എഞ്ചിനീയറിംഗിലും അതായത് ന്യൂട്രീഷൻ ബെനിഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കേസിലും കാർബൺ ക്രോപ്പ് ഈൽഡിലും ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള ക്രോപ്സിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റിനും ഒക്കെ ഈ ഒരു പാത്വേ നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൂടുതലായിട്ട് അല്ലെങ്കിൽ പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഡിസ്കവറി ചെയ്തിട്ടുള്ള കുറച്ച് സ്പീഷീസ് ആണ്. അപ്പൊ കൂടുതലായിട്ട് കുറേ സ്പീഷീസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്പീഷീസും അവ കണ്ടുപിടിച്ചിട്ടുള്ള സ്റ്റേറ്റും ഇയറും മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് സിലീൻ സെനോട്ടി ആണ്, അരുണാചൽ പ്രദേശ് 2024. ഇംപേഷ്യൻ സിയാൻജിനിസ്, അരുണാചൽ പ്രദേശ് 2023. ബെഗോണിയ നെയ്സ്റ്റി, നാഗാലാൻഡ് 2024. ഹെങ്കേലിയ സിയാൻജിനിസ്, അരുണാചൽ പ്രദേശ് 2023. ഡൈഡിമോകാർപ്പസ് ജനാക്കി, വെസ്റ്റേൺ ഘട്ട് 2022. ആൻഡ് സെറോപെജിയ ഒഡല്ലാമെൻസിസ്, കേരള 2023. ഓക്കെ, ഇതിൽ കൂടുതൽ സ്പീഷീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കൂടുതലായിട്ട് കണ്ടുപിടിച്ച് പഠിക്കുന്നത് നന്നായിരിക്കും. അപ്പം ഇത്രയാണ് മെയിൻ ആയിട്ട് റീസെന്റ് ഡെവലപ്മെന്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓൾമോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദെൻ ആ ഒരു ഹൈപ്പ് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.